ഓക്കെ. നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ ഈ സെഷനാണെങ്കിൽ ലൈക്ക് എക്സ്പെക്ടിങ് പേരൻസ് അല്ലെങ്കിൽ 1 ഇയർ ഓൾഡ് വരെയുള്ള കുട്ടികളെ കുറിച്ചുള്ള ക്ലാസ്സസ് എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. പൊതുവെ ആണെങ്കിൽ എല്ലാവരുടെയും ടെൻഷനും എല്ലാവരുടെയും ചിന്തകളും എല്ലാം വരുന്നത് കുട്ടികളുണ്ടായി അവരൊരു തന്നെ നടക്കാനൊക്കെ തുടങ്ങുമ്പോഴേ പേരൻസ് ചിന്തിക്കത്തുള്ളൂ കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടുതലായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം പനി വരുന്നു, ആശുപത്രി കൊണ്ടുവന്നു, കരയുന്നു, അല്ലെ വീട്ടിൽ ആരെങ്കിലോടൊക്കെ ചോദിക്കുന്നു, ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും ചിന്തിക്കത്തില്ല ഈ കുഞ്ഞുങ്ങളുടെ കാര്യമോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും അധികം നമ്മൾ ചിന്തിക്കത്തേ ഇല്ല. ഇപ്പൊ ഈ നമ്പർ കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ആൾക്കാര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കുട്ടി ലോകത്തിലേക്ക് വരുന്നതിന് അത് കഴിഞ്ഞിട്ട് എപ്പോഴും അത് വലുതായി കഴിയുമ്പോൾ അല്ലെ പ്രോബ്ലംസ് വന്നു കഴിയുമ്പോഴേ നമ്മൾ പൊതുവെ എല്ലാവരും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാല് ഒരു കുഞ്ഞിന് കൺസീവ് ആകുന്നതിന് മുൻപ് അവരുടെ പേരൻസിൽ നിന്ന് എന്ന് വെച്ചാൽ കപ്പിൾസിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞ് അബ്സോർബ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പം ആസ് ടു സ്റ്റാർട്ട് വിത്ത് വി വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ ഫാമിലി. നമുക്ക് നമുക്കൊരു കുടുംബജീവിതം വേണമെന്ന് വിചാരിച്ച് നമ്മൾ കല്യാണം കഴിച്ച പലരും ഉണ്ട്. പല നിർബന്ധം കൊണ്ട് കല്യാണം കഴിച്ച പലരും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് ലൈക്ക് കുറെ നാളത്തെ മുമ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഇത് ബർത്ത് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടായിരുന്നു കൂടുതൽ കുട്ടികൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ച് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണം, അതുകൊണ്ട് 2 കുട്ടികൾ 3 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജനറേഷൻ, എസ്പെഷ്യലി ഞാൻ സംസാരിക്കുന്ന എന്റെ ജനറേഷൻ അല്ലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജനറേഷൻ, നമുക്കിതൊരു ചെക്ക് ലിസ്റ്റ് ആണ്. വിദ്യാഭ്യാസം ഈ സമയത്ത് തീരണം, ജോലി ഈ സമയത്തായിരിക്കണം, ജോലി കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണം ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം, ഈ കല്യാണം കഴിഞ്ഞ ഉടനെ ഇത്ര നാളിനുള്ളിൽ കുട്ടി ഉണ്ടാവണം. ഇത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആണ്. അല്ലാതെ നമ്മുടെ ഒരു ആവശ്യമായി ഒരിക്കലും ഇത് മാറാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പേരന്റിങ്ങിലും നമ്മുടെ ഫാമിലി ലൈഫിനെ ഒരുപാട് ബാധിക്കും. ഈ പറയുന്ന പ്രഗ്നൻസി ആയിക്കൊള്ളട്ടെ, പേരന്റിങ് ആയിക്കൊള്ളട്ടെ, നമ്മളെ കൂടുതലായിട്ട് ബാധിക്കും. പലപ്പോഴും ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക്, ഇന്നത്തെ പിള്ളേർക്കൊന്നും പിള്ളേരെ വളർത്താൻ അറിയത്തില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ പേരെ വളർത്തിയതാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മള് എത്രത്തോളം പ്രിപ്പയർഡ് ആകുന്നു അത്രത്തോളം നമ്മൾക്ക് ഒരു കുട്ടിയെ വളർത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ വാട്ട് ഈസ് അബൌട്ട് ഫാമിലി. നമ്മുടെ കുടുംബജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഒരു കുട്ടിക്ക് വേണ്ടി അല്ല കല്യാണം കഴിച്ചത്, നമ്മളൊരു നല്ല ഫാമിലി, എനിക്കൊരു പങ്കാളി വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതായിരിക്കണം കല്യാണം കഴിക്കുന്നതിന്റെ മെയിൻ കാരണം. ഒരിക്കലും നമുക്കൊരു കല്യാണം കഴിച്ചു വി ആർ ഇൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, എന്തിനാ കുട്ടി ഉണ്ടാകാൻ, അങ്ങനെ ചിന്തിച്ചല്ല നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. വി ഷുഡ് എൻജോയ് അവർ ഫാമിലി ലൈഫ് ഇൻ സച്ച് എ വേ ദാറ്റ് അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ആയിട്ട് അതിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ട് വേണം നമ്മൾ പ്രഗ്നൻസിയിലേക്ക് കടക്കാൻ. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു ആർ എവർ തിങ്കിങ് ടു ഹാവ് എ ചൈൽഡ്, ഇതിനകത്ത് എത്ര പേർക്ക് കുട്ടികളുണ്ടെന്നോ എത്ര പേരെ പ്രഗ്നന്റ് ആണെന്നോ എനിക്കറിയത്തില്ല, ബട്ട് ഇഫ് യു ആർ എവർ പ്ലാനിങ് ടു ഹാവ് എ ചൈൽഡ്, യുവർ ഫാമിലി ലൈഫ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കുടുംബജീവിതമാണ് നമുക്കിപ്പോൾ ലോകത്തിൽ ഇന്ന് അത്യാവശ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ളതും അല്ലാതെ സ്കൂളിൽ പോകാനുള്ളതും കഴിക്കാനുള്ളതും ഉടുക്കാനുള്ളതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം. പണ്ടത്തെ കാലം പോലെയല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നല്ല മാതാപിതാക്കന്മാരെയാണ്. കാരണം നമുക്ക് ഭയങ്കര തിരക്കല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു റീസന്റെ പേരിലായിരിക്കരുത് നമുക്കൊരു പ്രഗ്നൻസിയിലേക്ക് പോകുന്നത്. എവ്രി ടൈം വി തിങ്ക് അബൌട്ട് പ്രഗ്നൻസി ഇറ്റ് ഷുഡ് ബി മോർ അബൌട്ട് ഫാമിലി. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബോണ്ടിങ് ആയിരിക്കണം, അവർ തമ്മിൽ നല്ല ഇമോഷണൽ ബോണ്ടിങ് ആയിരിക്കണം. എന്തും തുറന്നു പറയാൻ പറ്റുന്ന, ഏത് സമയത്തും പറയാൻ പറ്റുന്ന, ഏത് ഇമോഷനും പറയാൻ പറ്റുന്ന, എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്യോന്യം സമയം മാറ്റി വെക്കുന്ന, അന്യോന്യം സ്നേഹിക്കാൻ സമയം കണ്ടെത്തുന്ന, ഈ ലോകത്തിലുള്ള സകലതിനെക്കാട്ടിലും, നമ്മുടെ ജനറേഷനിൽ നമ്മുടെ ജോലിയെക്കാട്ടിലും നമ്മുടെ ഫ്രണ്ട്സിനെക്കാട്ടിലും നമുക്കുള്ള ബാക്കി സോഷ്യൽ കമ്മിറ്റ്മെന്റിനെക്കാട്ടിലും നമ്മുടെ പങ്കാളിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വീട്ടിലായിരിക്കണം ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഒരു, ഇഫ് യു വോണ്ട് ടു ബി എ പാരന്റ്, നമ്മളൊരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളതാണ്. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ പേരോ ഒന്നുമല്ല, അപ്പനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രണയമുള്ള കുടുംബമായിരിക്കണം. അപ്പനും അമ്മയും തമ്മിൽ സ്നേഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അപ്പനും അമ്മയും തമ്മിൽ പ്രണയമുള്ള കുടുംബമായിരിക്കണം. ഇന്ന് പല ടീനേജേഴ്സിന്റെ ഒക്കെ പ്രശ്നം പ്രണയം, റിലേഷൻ, കാരണം അവരുടെ വീടുകളിൽ അവർ നല്ല പ്രണയം കാണുന്നില്ല.
പല സമയങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രഗ്നൻസിയിലോട്ട് കയറുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരം പ്രിപ്പയർഡ് ആണ്. മനസ്സ് പ്രിപ്പയർഡ് ആവണമെങ്കിൽ രണ്ടുപേര് തമ്മിൽ ചേരണം, രണ്ടുപേര് തമ്മിൽ സംസാരിക്കണം, രണ്ടുപേരുടെ ഡിസിഷൻ ആയിരിക്കണം. അല്ലാതെ വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അയ്യോ ഇത്ര വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടൊന്നും അല്ല നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ടത്. വി വോണ്ട് എ ചൈൽഡ്. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും, അല്ല എൻ്റെ വൈഫിനും എനിക്കും കുഞ്ഞു വേണം. ഞങ്ങളതിനെ ഒരുമിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നു. വി ആർ ഫിറ്റ്. എങ്ങനെയൊക്കെ ഫിറ്റ് ആയിരിക്കണം? നമ്മൾ ഫിനാൻഷ്യലി ഫിറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു വലിയ വീടും അതിനുള്ള എല്ലാ പൈസ അങ്ങനെയല്ല, നമ്മൾ പ്രൊവിഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റണം, ബേസിക് ആയിട്ടുള്ള നീഡ്സ് കൊടുക്കാൻ പറ്റണം. അല്ലാതെ ആ സമയമാകുമ്പോൾ നമ്മൾ ആത്മീയം അങ്ങോട്ട് ഇറക്കും, ദൈവം കരുതിക്കൊള്ളും, എന്നിട്ട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേനും ഓടി നടന്ന് വെപ്രാളമാണ്, അല്ലെ പ്രഗ്നൻസിയിൽ എന്ത് ചെയ്യുമെന്നുള്ള വെപ്രാളം. അങ്ങനല്ല. നമ്മുടെ ഫാമിലി ലൈഫ് ഫിനാൻഷ്യലി സെക്യൂർ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് ഫാമിലിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കരിയറാണ്. നമുക്ക് ആർക്കും നമ്മുടെ കരിയർ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരു കാലമേ അല്ല. നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്തെ പോലെ അവള് ഇനിയിപ്പം ജോലി ചെയ്യണ്ട, അവള് വീട്ടിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് എ ഫ്രസ്ട്രേറ്റിംഗ് വുമൺ ഇൻ യുവർ ഹൗസ്. ജോലിക്ക് പോകണ്ട എന്നൊരു വ്യക്തി തീരുമാനിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ടു എ ടൈം ബീങ്. പക്ഷേ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് അയ്യോ കുട്ടി ഉള്ളത് കൊണ്ട്, കുട്ടിയെ നോക്കാൻ ഉത്തരവാദിത്വം അമ്മയുടേതായതുകൊണ്ട്, അല്ലെ ഇന്ന ആളുടെ ആയതുകൊണ്ട് നോക്കണം എന്ന് പറയുമ്പം ആഫ്റ്റർ ഫ്യൂ മന്ത്സ് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അപ്പൊ കരിയർ എന്ന് പറയുന്ന വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേരും തമ്മിൽ തീരുമാനിക്കണം ആരായിരിക്കും കരിയർ ബ്രേക്ക് എടുക്കുന്നത്, എത്ര നാളത്തേക്കിനാണ് കരിയർ ബ്രേക്ക്, ഈ സമയത്ത് ആരായിരിക്കും ഹെൽപ്പ്. ഈ സമയത്ത് ഇപ്പം നമ്മളൊരു നാനിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളൊരു ഹൗസ് ഹെൽപ്പ് എടുക്കുവാണ്, ആ സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വെൻ യു ആർ പ്ലാനിങ് അബൌട്ട് എ ചൈൽഡ്. നമ്മുടെ കരിയറിനകത്ത് ബ്രേക്ക് എടുക്കുവാണ്. പലപ്പോഴും സ്ത്രീകളാണ് ബ്രേക്ക് എടുക്കുന്നത്. ഇപ്പൊ നേഴ്സസ് തന്നെ ഒരു കുറച്ച് നാളത്തേക്കിന് ബ്രേക്ക് എടുത്തവർക്ക് തിരിച്ച് ജോലി കയറുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഏതൊരു പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു കയറുമ്പോൾ അത്രയും നാളത്തെ അപ്ഡേറ്റഡ് ആവാത്തതിന്റെ പ്രശ്നങ്ങൾ, ആ കമ്പനിയിൽ നിന്ന് മാറി ആ വർക്കിൽ നിന്ന് ടച്ച് പോയ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കരിയർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞ് കാരണം ഇന്ന് പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെ കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് ഇത് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം കുട്ടി ഇത് കേട്ട് വളരുമ്പോൾ കുട്ടി ചിന്തിക്കുന്നയോ ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് വലിയൊരു ലോസ് ആയി. ഇറ്റ് ഷുഡന്റ് ബി ലൈക്ക് ദാറ്റ്. നമ്മുടെ തീരുമാനമായിരിക്കണം, നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കണം. ഹൂ ഈസ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദ വർക്ക്. എത്ര നാളത്തേക്കിനായിരിക്കും ബ്രേക്ക് എടുക്കുന്നത്, ആ സമയത്ത് എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും, എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജോലിക്ക് കയറും, ആ സമയത്ത് ആരായിരിക്കും കുഞ്ഞിനെ നോക്കാൻ വരുന്നത്. ആ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ കാലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നാട്ടിൽ വന്ന് പ്രസവിക്കുന്നു, എന്നിട്ട് കുഞ്ഞിനെ നാട്ടിൽ നിർത്തിയിട്ട് ഒരു 1 to 2-3 months അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. രണ്ടുപേരും പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ് ഇമോഷണൽ ട്രോമ ഫോർ ദ ചൈൽഡ്. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയവർക്കാണ് ട്രോമ, നമ്മൾ വലിയവർക്കാണ് ഭയങ്കര ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയല്ല. കൊച്ചു കുഞ്ഞുങ്ങളാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള. അവർ ലോകത്തിൽ വരുന്നത് തന്നെ സെൻസുകൾ വെച്ചിട്ട് ജീവിച്ചാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അമ്മ മാറിപ്പോകുന്നു എന്ന് പറയുന്നവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും പല കുഞ്ഞുങ്ങളും ഭയങ്കരമായിട്ട് കരയുന്നത്. അതുകൊണ്ടായിരിക്കും പല കുഞ്ഞുങ്ങളുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ബ്രേക്കുകൾ എടുക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരിടത്ത് നിർത്തിയിട്ട് പോകാനാണ് പ്ലാൻ എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേരന്റ് ആ കുഞ്ഞിന്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനം കൂടെ എടുത്തിട്ടായിരിക്കണം അത് ചെയ്യുന്നത്, ഫോർ യുവർ വെൽബീങ്. ടോട്ടലി കുഞ്ഞിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് അണ്ടിൽ you are able to have the child in the environment that you both can be. കുഞ്ഞിനെ ഇവിടെ പ്രസവിച്ചിട്ട് ഓടിപ്പോകുക, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവിടുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എവറി ടൈം വൺ പേരന്റ് ഷുഡ് ഓൾവേസ് ബി വിത്ത് ദ ചൈൽഡ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന ഈ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരു ടീനേജർ അല്ലെങ്കിൽ അഡോളസെന്റിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇവർക്കെല്ലാം അറ്റാച്ച്മെന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റിമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്റിമസി എന്ന് പറയുമ്പം പല സമയങ്ങളിലും നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേനും ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ഫ്രീക്വന്റ് സെക്ഷൽ കോണ്ടാക്ട്സ് ഉണ്ട്, ഇന്റിമസി ഉണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്.
പക്ഷെ സമയം പോകുന്നതനുസരിച്ച്, പ്രയോറിറ്റീസ് മാറുന്നതനുസരിച്ച് ഈ ഇന്റിമസിയിലൊക്കെ കുറവ് വരും. ഈ ഇന്റിമസിയിൽ കുറവ് വന്ന് അങ്ങനെ കുറവുള്ളവരാണ് നാളെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതെങ്കിൽ ഈ കുറവുകൾ വലുതായിക്കൊണ്ടേയിരിക്കും. ഈ ഇന്റിമസി ഭയങ്കര ഡിസ്റ്റൻസ് ചെയ്യും. കാരണം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അഡൽറ്റിനെ അല്ല, ഒരു ഇൻഫന്റിനെയാണ്. ആ കുഞ്ഞിനെ ഉറങ്ങാൻ പഠിപ്പിക്കണം, പാല് കുടിക്കാൻ പഠിപ്പിക്കണം, നടക്കാൻ പഠിപ്പിക്കണം, കഴിക്കാൻ പഠിപ്പിക്കണം. അതിന്റെ കൂടെ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇന്റിമസി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ നേരത്തെ കുറവാണെങ്കിൽ ഒരു കുഞ്ഞ് വന്നു കഴിയും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇന്റിമസി ആവശ്യമാണ്. അല്ലെ, ഇതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിഞ്ഞത് രണ്ടുപേർക്കും ആവശ്യമുള്ളതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നത് പോലെ ഇന്റിമസി നമ്മൾ പ്ലാൻ ചെയ്യണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നല്ല ഇന്റിമേറ്റ് ആണ് ഹസ്ബൻഡും വൈഫും. പക്ഷെ പ്രഗ്നൻസിയോട് അടുക്കാൻ നേരത്ത് ഈ ഇന്റിമസി കുറയും. കാരണം അവർ ചിന്തിക്കുന്നത്, അയ്യോ ഞങ്ങൾ ഇപ്പം സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ, ഇനി എന്തെങ്കിലും മിസ്കാരേജസ് ഉണ്ടാകും. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും മാറിയിരിക്കേണ്ട എന്നുള്ളൊരു സയന്റിഫിക് എവിഡൻസ് നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ഇന്റിമസി എന്ന് പറയുന്നത് നമ്മൾ ഭാര്യയ്ക്കും ഭർത്താവിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് തന്നെ നല്ല ഫ്രീക്വന്റ് ആൻഡ് നല്ല കോൺസ്റ്റന്റ് ഭയങ്കര ലവിങ് ആയിട്ട് പോയാൽ മാത്രമേ കുഞ്ഞുണ്ടായതിനു ശേഷവും ആ അടുപ്പം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പല കുടുംബജീവിതങ്ങളും ഇന്ന് ഇപ്പം ആദ്യത്തെ കുഞ്ഞിന്റെ സമയം വരെ വളരെ ആക്റ്റീവ് ഇന്റിമസി ഉണ്ടായിരുന്നവരാണ്. പക്ഷെ ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞ് അടുത്ത കുഞ്ഞിന് വേണ്ടിയാണ് അവർ ഇന്റിമേറ്റ് ആകുന്നത്. അല്ലാതെ അവര് തമ്മിലുള്ള സ്നേഹം പങ്കിടാനോ അവര് തമ്മിലൊരു ഇഷ്ടം ഷെയർ ചെയ്യാനോ വേണ്ടി അല്ല ഇന്റിമസി ഉണ്ടാകുക. അപ്പൊ ഇന്റിമസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്റിമസി ഇല്ലാത്ത പേരൻസിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. പിന്നത്തെ കാര്യം പേരന്റിങ് പ്ലാൻ ആണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഗുഡ് കോപ്പ് ബാഡ് കോപ്പ്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയായിരിക്കും, അല്ലെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അപ്പനായിരിക്കും, നീ ഇച്ചിരൂടെ ലീനിയന്റ് ആയിട്ട് ഓക്കെ ആയിട്ട് പോയിക്കോ. ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് പേരന്റ് ആയിരിക്കും, അല്ലെ ഞാനായിരിക്കും കുഞ്ഞിനെ വരച്ച വരെ നിർത്തുന്നതെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈക്വാളിറ്റി ആണ് എപ്പോഴും വേണ്ടത്. രണ്ട് പേരന്റും ഒരുമിച്ച് ചേരുന്ന അല്ലെ ഒരുമിച്ച് തീരുമാനിക്കുന്ന പേരന്റിങ് സ്റ്റൈലാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത്. അത് സ്ട്രിക്റ്റ് പേരന്റിങ് ആണ് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അതായിക്കൊള്ളട്ടെ, അല്ല ജെന്റിൽ പേരന്റിങ് ആണ് പറ്റുന്നെങ്കിൽ അതായിക്കോട്ടെ. എന്താണെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണം പേരന്റിങ് ചെയ്യുന്നത്. അല്ലാതെ അമ്മയുടെ ജോലിയാണിത്, അല്ലെ അപ്പന്റെ ജോലി പ്രൊവിഷൻ മാത്രമാണ്, അല്ലെ ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കും. പല ആൺകുട്ടികളുടെയും വലിയ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെ കുഞ്ഞിനെ നോക്കും, എനിക്കറിയത്തില്ല, അവൾ അമ്മയല്ലേ, അവക്കെല്ലാം അറിയാം. അങ്ങനെയല്ല. നിങ്ങളിപ്പോ ഒരു ഇൻഫന്റ് ഇപ്പം ജനിച്ച ഒരു കുഞ്ഞിനെ നമ്മുടെ നാട്ടില് എത്രത്തോളം എനിക്കറിയത്തില്ല, പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബർ റൂമിൽ ഒരുമിച്ചാണ്. അപ്പം ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചത്തോട്ട് ഇട്ടു തരും. അത് കഴിഞ്ഞിട്ട് അപ്പനോട് പറയും ഷർട്ടൊക്കെ മാറ്റാൻ. എന്നിട്ട് അപ്പനെ ഒരു ചേറയിൽ ഇരുത്തിയിട്ട് ഈ കുഞ്ഞിനെ നേരെ അപ്പന്റെ ദേഹത്തോട്ടിടും. ഈ കുഞ്ഞിനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അന്ന് തൊട്ടുണ്ടാകുന്നത് അമ്മയും അപ്പനുമാണ്. അപ്പൊ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാല് കൊടുക്കുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പൻ ഈക്വലായിട്ട് ചെയ്യാൻ സാധിക്കും, അല്ലേ? അല്ലാതെ അയ്യോ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെ എനിക്കിത് അറിയത്തില്ല. ഒരു ലോകത്തും ഒരു സ്ത്രീ ഒരു പുരുഷനും ജനിച്ചപ്പോഴേ അമ്മയോ അപ്പനോ ആകുന്നില്ല. നമ്മൾ കൺസീവ് ആകുന്ന സമയം തൊട്ടാണ് നമ്മൾ അപ്പനും അമ്മയായി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പനും അമ്മയും ആകുമ്പോൾ തന്നെ ഈ പാരന്റിങ് ആ ഫസ്റ്റ് ഡേ ഓഫ് ബർത്ത് തൊട്ട് ആ കുഞ്ഞിനെ നോക്കേണ്ട ഈക്വൽ പാരന്റിങ് ചെയ്യേണ്ടത് അപ്പന്റെ അമ്മയുടെയും ജോലിയാണ്. അത് വേറെ ഒരാളെ ഹയർ ചെയ്യുവാനോ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഇടവരരുത്. പലപ്പോഴും നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഈ ഫസ്റ്റ് ഡെലിവറി എന്നൊക്കെ പറയുന്ന പെണ്ണിന്റെ വീട്ടിലായിരിക്കണം, അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പല ചടങ്ങുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം അത്ര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് എൻ്റെ മമ്മി വന്നിട്ട് എന്നെ ഉപദേശിക്കുമായിരുന്നു, മോളെ നീ അങ്ങനെ കിടക്കൂ, മോളെ നീ ഇങ്ങനെ പാല് കൊടുക്കൂ എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യ.
എനിക്ക് അന്നേരം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. കാരണം പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ ജഡ്ജ്മെന്റും പ്രശ്നങ്ങളും ഒന്നുമില്ല. പല സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പ്രഗ്നൻസി സമയത്തും ആഫ്റ്റർ ഡെലിവറിയിലും നിൽക്കാനാണ് ഇഷ്ടം. ഈ ചടങ്ങുകൾ എന്ന് പറയുന്നതിന്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും വീട്ടിൽ പോയി ഒരു കാര്യമില്ലാതെ കിടന്ന് കഴിച്ച് വണ്ണം വെച്ച് ഭയങ്കര സെൽഫ് കോൺഫിഡൻസിൽ തിരിച്ചു വരുന്ന ഭർത്താക്കന്മാർക്ക് പലപ്പോഴും തോന്നും, ദൈവം പ്രസവിക്കാൻ പോയ എൻ്റെ ഭാര്യയല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്, ഇവർക്ക് എന്ത് പറ്റിയെന്ന് തോന്നും. കാരണം ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു ബ്രേക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യും നമ്മുടെ ഫാമിലി ലൈഫിൽ. അപ്പൊ പാരന്റിങ് നമ്മൾ ചിന്തിക്കണം. പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേരൻസ് ഒക്കെ കയറി ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമോ അവർക്ക് നമ്മളെ വളർത്തിയതിന്റെ ശീലമുണ്ട്, അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അങ്ങനെയല്ല. എല്ലാ കുഞ്ഞിനും വരുന്നത് അവരുടേതായിട്ടുള്ള ഒരു മാനുവലായിട്ടാണ്. ഒരു കുഞ്ഞിനെയും വളർത്താൻ ആരും അത്ര എക്യുപ്ഡ് അല്ല. നമ്മുടെ കുഞ്ഞ് ജനിച്ച് നമ്മുടെ കയ്യിൽ വന്ന് നമ്മൾ അതിനെ വളർത്തി പഠിക്കത്തേ ഉള്ളൂ നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇവര് പറയുന്നത് പോലെ ചെയ്താൽ പറ്റത്തുള്ളൂ എന്നല്ല, നമ്മൾ എത്രത്തോളം അതിൽ പഠിക്കാൻ തയ്യാറാകുന്നു, നമ്മൾ എത്രത്തോളം അതിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നു, നമ്മൾ എത്രത്തോളം ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാകുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ പാരന്റിങ് നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയി തീരുന്നത്. മുതിർന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ഫൈനൽ ഡിസിഷൻ അബൌട്ട് യുവർ ഫാമിലി ഷുഡ് ബി മെയ്ഡ് ബൈ ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദ ഫാദർ ആൻഡ് ദ മദർ ഓഫ് ദാറ്റ് ചൈൽഡ്. ആ കുഞ്ഞ് എങ്ങനെ വളരണം, എവിടെ വളരണം, ഏത് രീതിയിൽ വളരണം, ഏത് തരത്തിലുള്ള ചിന്താഗതിയിൽ വളരണം, എല്ലാം തീരുമാനിക്കുന്ന അപ്പനും അമ്മയും ആയിരിക്കണം. അല്ലെങ്കിൽ കുഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് റുട്ടീൻ കൊടുക്കുക എന്നുള്ള. പല സമയങ്ങളിലും അപ്പനൊരു റുട്ടീനാണ്, അമ്മയ്ക്കൊരു റുട്ടീനാണ്, ഗ്രാൻഡ് പേരൻസിന് ഒരു റുട്ടീനാണ്. അപ്പൊ കുഞ്ഞ് ഭയങ്കര എന്ത് ചെയ്യും, ആരുടെ അടുത്ത് പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെ ചെയ്യാതിരിക്കുക. ബർത്ത് പ്ലാൻ, നമ്മളിപ്പോ പ്രഗ്നന്റ്, നമ്മുടെയൊക്കെ ജനറേഷൻ, ഞാൻ പറയും നമ്മുടെ ജനറേഷൻ, മുക്കാലും പേർക്കും പെൺകുട്ടികൾക്ക് PCODയും PCOSും ഇറഗുലർ പീരീഡ്സ് എന്നൊക്കെ പറയുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ട്. ഹസ്ബൻഡ്സ് എന്ന് പറയുന്നവർക്ക് തന്നെ പ്രഷറിന്റെ പ്രശ്നങ്ങളുണ്ട്, പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ജനറേഷനിലുണ്ട്. ഇഫ് യു ആർ പ്ലാനിങ് ടു ഹാവ് എ ചൈൽഡ്, ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ട്രീറ്റ്മെന്റ് എടുക്കണം. ഒരു ഹെൽത്തി ബോഡി ആയിരിക്കണം. ഈ പ്രഗ്നന്റ് ആകുന്നതിന് ഒരു 6 മാസം മുന്നേ തന്നെ നല്ലൊരു എക്സസൈസ് പാറ്റേൺ, എക്സസൈസ് റിജീം കൊണ്ടുവരണം. നല്ല ഫുഡിനകത്ത് ഡയറ്റ് ഭയങ്കര ഹെൽത്തി ആക്കി തീർക്കണം. ഫോളിക്കിളോ അയൺ ടാബ്ലറ്റ്സ് പ്രഗ്നൻസിയിലാണെങ്കിലും, ഞാൻ US എൻ്റെ ഡെലിവറി. അപ്പം അതിന് മുൻപേ തന്നെ ഫോളിക്കിളും കാൽഷ്യം ഒക്കെ നമ്മൾ കഴിക്കുമായിരുന്നു. നാട്ടിൽ അങ്ങനെ ആണോന്ന് എനിക്കറിയത്തില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ്, നല്ല മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആകണം. ഈ 9 months എന്ന് പറയുന്നത് കുഞ്ഞിന് ജസ്റ്റേറ്റ് ചെയ്ത് വലുതായി വരാനുള്ള സമയമല്ല, നമുക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. കുഞ്ഞെങ്ങനായാലും പുറത്തു വന്ന് ജീവിക്കും. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ആ സമയം കൊണ്ട് ഒരുക്കപ്പെട്ടു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് അൺഎക്യുപ്ഡ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. ഈ സമയത്ത് കല്യാണം കഴിഞ്ഞു, ഈ സമയത്ത് ഇന്നത് പഠിച്ചു, ഈ സമയത്ത് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകണം. അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ചെക്ക് ലിസ്റ്റ് അല്ലേ, അപ്പൊ ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ഇതിനെ തന്നെ, എന്റെ കൊച്ചിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇതിനെ എന്ത് ചെയ്യും ദൈവമേ. അപ്പൊ ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കുമായിരുന്നു, മമ്മി എന്താണ് ഈ കുഞ്ഞ് കരയുന്നത്? മമ്മി പറയുന്നത്, നിനക്കറിയത്തില്ലയോ, നീ അമ്മയല്ലേ. എനിക്കറിയത്തില്ല, കാരണം ഞാൻ എക്യുപ്ഡേ അല്ല. നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം നമ്മുടെ കുഞ്ഞിനെ പഠിക്കാൻ. അല്ലെങ്കിൽ എനിക്ക് പഠിക്കണമെന്ന് പോലും ഒന്നും അറിയത്തില്ല, കാരണം എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. ബർത്ത് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്. എവിടെ ആയിരിക്കണം, ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണണം, എവിടെ ആയിരിക്കണം ബർത്ത് ചെയ്യുന്നത്, ആ ബർത്തിനകത്ത് ഹസ്ബൻഡിനെയും കൂടെ കയറ്റാൻ പറ്റുമോ, ഡെലിവറി കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഹസ്ബൻഡ്സ് കൂടെ ഉള്ള സമയത്താണ് ഡെലിവറിക്ക് ഈ നാട്ടിൽ പലയിടങ്ങളിലും ഇപ്പം വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഗൾഫ് കൺട്രി, GCC കൺട്രീസിൽ എത്രത്തോളം, ചിലയിടങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഐ എം നോട്ട് ഷുവർ വെദർ ദാറ്റ് ഇസ് ഹാപ്പനിങ്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഹസ്ബൻഡ്സ് കയറാറുണ്ട്.
ഇറ്റ് ഗീവ്സ് സോ മച്ച് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ട്, അല്ല എൻ്റെ പങ്കാളി എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഈ ഒരു വലിയ പ്രോസസ്സിൽ വി ആർ ടുഗെദർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പല സ്ത്രീകൾക്കും അവരുടെ ഇമോഷൻസ് പുറത്തിട്ട് കരയാൻ പോലും പറ്റത്തില്ല. കാരണം അവര് അൺനോൺ ആയിട്ടുള്ള അൺഫെമിലിയർ ഫേസസിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. അപ്പം ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈക്ക് പിടിച്ച് കരയാൻ, അല്ലെ ഒന്ന് പുറം റബ്ബ് ചെയ്ത് കൊടുക്കാൻ ഒക്കെ അവരുള്ളപ്പോൾ ദാറ്റ് ഗീവ്സ് മോർ എനർജി ഫോർ ദ വുമൺ ഇൻ പെയിൻ. പ്രസവിക്കുന്ന സമയത്ത് അവരെ കണക്ട് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ വൈഫിനോട് നമുക്ക് വല്ലാത്ത റെസ്പെക്ട് തോന്നും. എൻ്റെ കുഞ്ഞിനെ ഇത്രയും നാൾ അവർ കൊണ്ടു നടന്ന് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള, ഇത്രയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം അവൾ ചെയ്യുന്നല്ലോ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, എത്ര പേര് പ്രസവിക്കുന്നു, നീ മാത്രമാണോ പ്രസവിക്കുന്നത്, ലോകത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ പ്രഗ്നൻസി എന്നൊക്കെ പറയും. അത് ആ ഒരു പ്രോസസ്സിനെ ഒട്ടും അബ്സോർബ് ചെയ്യാതെ, ആ പ്രോസസ്സിൽ, ആ ജേർണിയിൽ ഒരിക്കലും നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. കാരണം ഇറ്റ് ഈസ് ഡേഞ്ചറസ്. യുവർ വൈഫ് ഇസ് ടേക്കിംഗ് ദ ഹ്യൂജസ്റ്റ് റിസ്ക് ഓഫ് ഹർ ലൈഫ്. പല സ്ത്രീകൾക്കും പല ഇഷ്യൂസും തുടങ്ങുന്നത് പ്രഗ്നൻസിയിലാണ്. പല സ്ത്രീകൾക്കും മെന്റൽ ഇഷ്യൂസ്, ഐ ആം സ്പീക്കിംഗ് അബൌട്ട് റിയൽ സൈക്കാട്രിക് ഇഷ്യൂസ്, അതുണ്ടാകുന്നത് പ്രഗ്നൻസിയിലാണ്. പല സ്ത്രീകളും മരണപ്പെട്ടു പോകുന്നത് പ്രഗ്നൻസിയിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്റ്റേജ്, ആ നമ്മുടെ വൈഫ് എന്ന് പറയുന്ന ആൾ ആ ജീവിതം നമുക്ക് വേണ്ടി, ആ ഒരു ജീവനെ കൊണ്ടുവരാൻ തൻ്റെ ലൈഫ് വെച്ചു കൊടുക്കുകയാണ്. സോ അവർ റെസ്പെക്ട് വിൽ ബി ഹ്യൂജ്. ആ ഒരു ഹോൾ പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെ ഇരിക്കുവാണെങ്കിൽ വി വിൽ ബി ഹാവിങ് ലോട്ട് മോർ റെസ്പെക്ട് ടുവേർഡ്സ് ദം. ബർത്ത് പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലമാസ് ക്ലാസ് എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി എങ്ങനെ ഡെലിവറി നടക്കുന്നു, ഈ ഡെലിവറി സ്റ്റേജിൽ എന്തൊക്കെ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാം, ഈ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പെയിൻ, ലേബർ പെയിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെ ആ ബ്രീത്തിങ് എക്സസൈസസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റേജാണ് ലമാസ് ക്ലാസ് എന്ന് പറയുന്നത്. അതിനകത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു 4 സെന്റിമീറ്റർ ഡയലേറ്റഡ് ആയാൽ മാത്രമേ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. നാട്ടിലാണെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ പോയി ആശുപത്രി കിടക്കാം. പക്ഷെ പുറത്ത് അങ്ങനെയല്ല. 4 സെന്റിമീറ്റർ അല്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു വിടും. അപ്പം ഈ ഒരു ഹോസ്പിറ്റലിൽ കയറുന്ന സമയം വരെ നമ്മൾ പെയിനിലാണ്. ആ പെയിനിൽ നിൽക്കുമ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടതും ബലപ്പെടുത്തേണ്ടതും ഒക്കെ. അപ്പൊ ആ ആൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ഈ പെയിന്റെ സമയത്ത് എങ്ങനെ ബ്രീത്ത് ചെയ്യാം. പല സ്ത്രീകൾക്കും ഏറ്റവും വലിയ ടെൻഷൻ, അയ്യോ പ്രഗ്നന്റ് ആകുമ്പോൾ പെയിൻ ഉണ്ടാകുമല്ലോ, ഡെലിവറി ചെയ്യുമ്പോൾ അയ്യോ എന്ത് ദൈവമേ ഭയങ്കര വേദനയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. സത്യമാണ്, നല്ല വേദനയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുകയേ ചെയ്യണ്ട, നല്ല വേദനയാണ്. പക്ഷെ ഈ വേദന ഇങ്ങനെ ഒറ്റയടിക്കോ ഒരു ദിവസം മൊത്തത്തിലുള്ള വേദനയല്ല. ആദ്യമേ കുറച്ച് വേദന വരും, പിന്നെ ഒന്ന് ഒതുങ്ങും, പിന്നെയും കുറച്ച് വേദന വരും, പിന്നെ ഒതുങ്ങും, പിന്നെ കുറേ നേരം വേദന വരും, പിന്നെ ഒന്ന് ഒതുങ്ങും. ഇതാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അത് പല സ്ത്രീകൾക്കും പല രീതിയിലാണ്. പല സ്ത്രീകൾക്കും പുറത്തു നിന്നായിരിക്കും പെയിൻ തുടങ്ങുന്നത്, ബാക്ക് പെയിൻ ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ചിലവർക്ക് ലോവർ ബാക്കിലോട്ട് പെയിൻ പോകും, ചിലവർക്ക് ഫ്രണ്ടിലായിരിക്കും. അപ്പൊ ഈ സ്റ്റേജിലെല്ലാം നമ്മുടെ കൂടെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. പലപ്പോഴും നമ്മൾ ആൾക്കാർ പറയുന്ന ആ സമയമാകുമ്പോൾ നമ്മുടെ പേരൻസിനെ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ ചെയ്യല്ല, അങ്ങനെ ചെയ്യല്ല. പക്ഷെ നമുക്കതൊന്നും പറ്റത്തില്ല. ബർത്തിങ് ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. നമ്മളെ അനുവദിക്കണം, ബർത്ത് ചെയ്യാൻ നമ്മളെ അനുവദിക്കണം. അത് ചെയ്യല്ല, ഇത് ചെയ്യല്ലെന്നല്ല, നമ്മുടെ ബോഡി പറയുന്നത് കേൾക്കാൻ, നമ്മുടെ ബോഡി പറയുന്ന അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് ഇരിക്കാൻ തോന്നിയെന്നിരിക്കും, യു ഷുഡ് സിറ്റ്. ചിലപ്പോൾ നമുക്ക് എണ്ണീറ്റ് നിൽക്കാൻ തോന്നിയെന്നിരിക്കും, യു ഷുഡ് സ്റ്റാൻഡ്. നമുക്ക് നടക്കാൻ തോന്നി, യു ഷുഡ് ഡു ദാറ്റ്. ബാത്റൂമിൽ പോകാം, അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മൾ പിടിച്ചിങ്ങനെ. അതുകൊണ്ട് തന്നെ ലമാസ് ക്ലാസ് എന്ന് പറയുന്ന എല്ലാവരും പ്രഗ്നൻസി സമയത്ത് എല്ലാ കപ്പിൾസും എടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ് ലമാസ് ക്ലാസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, വീട്ടിൽ ചെന്നാൽ ആരെങ്കിലും നോക്കാനുണ്ടോ, അതിനുവേണ്ടി ഹെൽപ്പ് ഉണ്ടോ, വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് ഉണ്ടോ, ഇതൊക്കെ ഇപ്പം പലവരും പല രാജ്യത്തും ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ വെൽ പ്ലാൻഡ് ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് വീട്ടിൽ വന്ന ആ സാഹചര്യങ്ങളെ നേരിടാൻ പറ്റത്തുള്ളൂ. ഏത് ഡെലിവറിയാണ്, വെജൈനൽ ബർത്ത് ആണോ വേണ്ടേ, സിസേറിയൻ ആണോ വേണ്ടേ, ഇനി ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്റിമസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ആ കോൺട്രാസെപ്റ്റീവ്സ് ഏത് തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ആണ് വേണ്ടത്? പല പേരൻസിനും ഇന്ന് ഒരു കുട്ടി മതി എന്നൊക്കെ ചിന്തയുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ പാരന്റിങ് ഇസ് ഓൾ അബൌട്ട് പ്ലാനിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ബേബി ടു എക്സിക്യൂട്ട്. കുഞ്ഞു വന്ന് തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ആത്മീയത എന്ന് പറയുന്ന ഒരു റുട്ടീനായിട്ട്, ഒരു ട്രഡീഷനായിട്ട്, ഒരു റിച്വലായിട്ട് നമ്മളിങ്ങനെ ജനറേഷനായിട്ട് കൈമാറിപ്പോ. അതുകൊണ്ടാണ് നമ്മുടെ ജനറേഷൻ തൊട്ട് ഈ സ്പിരിച്വാലിറ്റിക്ക് വലിയ വാല്യൂ കൊടുക്കാതെ നമ്മളെല്ലാം ഇങ്ങനെ എന്താ ഇവിടെ നടക്കുന്നേ, ഈ അപ്പനും അമ്മയും എന്തിനാ ഇവിടെ പോകുന്നതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടെ തീരുമാനിക്കണം എന്റെ കുഞ്ഞിനെ എങ്ങനെ, ഏത് ആത്മീയത്തിൽ വളർത്തണം, എന്ത് ഉപദേശങ്ങൾ പഠിപ്പിക്കണം, എന്ത് ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൂടാ, എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പ്രെയർ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മോളെ, എനിക്ക് 2 പിള്ളേരാണുള്ളത്, ഒരു മോളും ഒരു മോനും. ഈ പറയുന്ന ഓ നീ ഒരു പാപിയാണ്, നീ അത് ചെയ്താൽ യേശുപ്പച്ചൻ പിണങ്ങും, ഇങ്ങനൊരു സാധനം ഞാൻ പഠിപ്പിക്കാറേ ഇല്ല. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല കുഞ്ഞുങ്ങൾ ദൈവത്തെ ഇങ്ങനെ ദൈവം ഞങ്ങളെ ശിക്ഷിക്കും അതുകൊണ്ട് ദൈവം പറയുന്ന കേൾക്കണം എന്ന് ചിന്തിച്ച് വളരുന്നേ. ഐ വോണ്ട് ദം ടു ലവ് ഗോഡ്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അപ്പനോടും അമ്മയോടും പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പോയി പറയാൻ പറ്റണം. ഞാൻ ഫിയർ ഇൻസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആത്മീയത തെറ്റായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർ ദൈവത്തെ വിലയിരുത്തുന്ന എൻ്റെ കണ്ണിലൂടാണ്. എനിക്കുണ്ടായിട്ടുള്ള എല്ലാ സ്പിരിച്വൽ ഇൻസെക്യൂരിറ്റീസും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ സ്പിരിച്വലി ബിൽഡ് ആയാൽ മാത്രമേ, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ലോകത്തിൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റത്തുള്ളൂ. ആത്മീയമായി അവർ ജീവിക്കേണ്ട ഈ ലോകത്തിൽ, അവർ ജീവിക്കേണ്ട തലത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി എത്ര സമയമുണ്ട്? Chechi, I will let you know. Let me ask to them. Okay, I will put your message. 16 minutes. 16 more minutes? Yes. ഓക്കെ. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ആണോ അതോ ഫോർമുല ഫീഡിങ് ആണോ എന്നുള്ളത്. പലർക്കും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് ബോഡിയിൽ വരുന്ന, നമ്മുടെ ശരീരത്തിന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദ എബിലിറ്റി ടു ഫീഡ് എ ഹ്യൂമൻ ബീങ്. പല സമയത്തും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഒട്ടും അറിവില്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടിൽ ഫീഡിങ്ങിലേക്ക് നമ്മൾ പോകാറുണ്ട്. ബോട്ടിൽ ഫീഡിങ് തെറ്റാണെന്നോ ശരിയല്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പം ഫോർമുലയും ബ്രസ്റ്റ് മിൽക്കും കൂടെ എടുത്ത് നോക്കുവാണെങ്കിൽ, ഫോർമുലയിലുള്ളതിനെക്കാട്ടിലും ആന്റിബോഡീസും, ഫോർമുലയിലുള്ളതിനെക്കാട്ടിലും മൈക്രോബ്സും, ഫോർമുലയിലുള്ളതിനെക്കാട്ടിലും എല്ലാ വൈറ്റമിൻസും കൂടുതലായിട്ടുള്ളത് ബ്രസ്റ്റ് മിൽക്കിലാണ്. കുഞ്ഞിനിപ്പോ ഒരു പനി വരുന്നു, ഫോർമുല ഫീഡിങ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആ പനിയെ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ബ്രസ്റ്റ് മിൽക്ക്. കാരണം കുഞ്ഞിന് ടെമ്പറേച്ചർ കൂടി സക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് സെൻസ് ചെയ്യാൻ പറ്റും കുഞ്ഞിന് പനിയാണെന്ന്. അന്നേരം ഈ പർട്ടിക്കുലർ വൈറസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടുന്ന ആന്റിബോഡീസ് നമ്മുടെ ശരീരം സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനൊരു പ്രതിഭാസം വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ തീരുമാനിക്കണം, ബ്രസ്റ്റ് ഫീഡിങ് ആണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോർമുല ഫീഡിങ് ആണോ? എനിക്ക് പാലുണ്ടോ? അയ്യോ എനിക്ക് പാലില്ലല്ലോ, അയ്യോ എന്നോട് അവര് പറഞ്ഞു പാലില്ല, കുഞ്ഞ് കരയുന്നു. ഇതൊന്നുമല്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്നത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കാൻ ബ്രസ്റ്റ് ഫീഡിങ് ക്ലാസ്സസ് ഉണ്ട്. എത്ര ഔൺസ് പാലാണ് കുഞ്ഞ് കുടിക്കുന്നേ, കുഞ്ഞിന്റെ വിശപ്പ് മാറിയോ, കുഞ്ഞ് വളരുന്നുണ്ടോ, കുഞ്ഞിന് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, ബ്രസ്റ്റ് ഫീഡിങ് ആണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോർമുല ഫീഡിങ് ആണോ ഉദ്ദേശിക്കുന്നത്. ഫോർമുല ഫീഡിങ് ആണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞിന് ഏത് ഫോർമുലയാണ് കൊടുക്കേണ്ടത്, എത്ര ഔൺസ് പാലാണ് കൊടുക്കേണ്ടത്, നിങ്ങളിപ്പോ ഫോർമുല ഫീഡിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബി വെരി കെയർഫുൾ. കാരണം എനിക്കറിയാവുന്ന കുറേ പേര്, ഇപ്പൊ ഞാൻ പുറത്തായിരുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നല്ല തപ്പുട് കൊണ്ടും പിള്ളേരെ കാണാൻ സാധിക്കും, നല്ല തപ്പുടും. അപ്പം ഇവര് നടന്നു തുടങ്ങുന്ന സമയത്ത് ഇവരുടെ കാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി കുഞ്ഞ് ഒബീസായിട്ട് കാലിന് ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വളയുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. കാരണം ഈ ഫോർമുല ഫീഡ് ചെയ്യുന്ന സമയത്ത്
കുഞ്ഞ് വലിച്ചു കുടിക്കും. കാരണം ഈസി സക്കിംഗ് ആണ് ബോട്ടിൽ ഫീഡിങ് എന്ന് പറയുന്നത്. ഒട്ടും അധ്വാനമില്ലാതെ വേഗം കുടിക്കാൻ പറ്റും ബോട്ടിൽ ഫീഡിങ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മളത് പഠിക്കണം. അതൊക്കെ വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. അതിപ്പം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതെ. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്, പോസ്റ്റ്പാർട്ടം ഇഷ്യൂസ്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഭീകരത്വം നിറഞ്ഞ ഒരു ഇഷ്യൂ ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ബേബി ബ്ലൂ എന്നൊക്കെ പറയുന്ന സാഹചര്യം. നമുക്ക് ഉറക്കം വളരെ കുറവാണ്. കുഞ്ഞുങ്ങൾ എല്ലാ 1 അവറിലും 2 അവറിലും എഴുന്നേറ്റ് ഇൻഫൻസിയിൽ പാല് കുടിക്കുന്ന ഒരു സമയമുണ്ട്. 3 മാസം വരെ അവർ അങ്ങനെ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ഉറക്കക്കുറവ് വരും. ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. അവർ ചില ഫ്യൂ വീക്സ് അവർ കണ്ടമാനം വലുതാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യും, ഇറിറ്റേറ്റഡ് ആകും, ക്രാങ്കി ആകും. ഈ സമയത്തെല്ലാം നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണം, ഉറക്കണം, അത് ഉറങ്ങത്തില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിന്, നമ്മുടെ ശരീരത്തെ, അമ്മ എന്ന് പറയുന്ന വ്യക്തി എക്സോസ്റ്റഡ് ആയിട്ട് പോകും. അവർക്ക് റെസ്റ്റ് ഇല്ല, അവർക്ക് മനസ്സിന് സമാധാനമില്ല, നമ്മൾ ട്രാപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ പറ്റുമോ? അയ്യോ, ഈ കുഞ്ഞുമായിട്ട് ഞാനിവിടെ പെട്ടിരിക്കുവാണല്ലോ, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ പറ്റുമോ? എൻ്റെ ലൈഫ് തീർന്നല്ലോ, എനിക്കിനി ഒരിക്കലും ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ ജീവിതം എൻഡ് ചെയ്യുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് റൈറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് തുറന്നു പറയാൻ നമ്മുടെ കൂടെ സുഹൃത്തുക്കളും നമ്മുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ, നമുക്ക് ഒരാളോട് നമ്മുടെ സാഹചര്യം അറിഞ്ഞാണ് നമ്മുടെ ചുറ്റും ഹെൽപ്പ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ അനായാസമായിട്ട് ഇതിനെ നേരിടാൻ സാധിക്കും. ഞാൻ പേഴ്സണലി കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിലും എനിക്കുണ്ടായിരുന്നു, എൻ്റെ സെക്കൻഡ് ഡെലിവറിയിലും എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ബഞ്ച് ഓഫ് ഗുഡ് പീപ്പിൾ എൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ടും സപ്പോർട്ടീവായിട്ടും ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിനെ സർവൈവ് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് എ സിവിയർ തിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അങ്ങനെ നമുക്ക് തോന്നുവാണ് ആദ്യത്തെ 3 വീക്സ് ബേബി ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്, ഭയങ്കര ടയേർഡാണ്, ഐ കാൻ ഡൂ ദിസ്, ഇതെന്താ എനിക്ക് കരച്ചിൽ വരുന്നു, എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് എല്ലാവരോടും ദേഷ്യമാണ്, എനിക്ക് കുഞ്ഞിനോട് വരെ ദേഷ്യമാണെന്നൊക്കെ തോന്നുന്ന ആദ്യത്തെ 3 ആഴ്ച നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വന്നും പോയിരിക്കാം. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞ് 3 മാസമായിട്ടും അല്ലെ 1 മാസം കഴിഞ്ഞു 2 മാസം കഴിഞ്ഞു ഈ ഒരു ഇമോഷൻ ഒരു മാറ്റം വരുന്നില്ല എങ്കിൽ പ്ലീസ് മീറ്റ് എ സൈക്കാട്രിസ്റ്റ് ഓർ എ സൈക്കോളജിസ്റ്റ്. നമ്മൾ ഒരു ഹെൽപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ല. ഡോണ്ട് കീപ് ഇറ്റ് ഇൻസൈഡ് ഓഫ് യു. ഒരു ഇൻസിഡന്റ് ഉണ്ടായതാ US-ൽ. ഒരമ്മയാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി ആയിട്ട് 5 വർഷം കൊണ്ട് 5 പിള്ളേരെ പ്രസവിച്ചു. അപ്പൻ വെച്ചാൽ അവർക്ക് ഹസ്ബൻഡ് ഇല്ല, റാൻഡം പാർട്ട്നേഴ്സ് ആണ്. ഫൈനലി പുള്ളിക്കാരി ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. അവർ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. വാട്ട് ഷീ ഡിഡ് ഇസ്, വലിയൊരു വണ്ടിയുണ്ട്, ആ വണ്ടിക്കകത്ത് ഈ 5 പിള്ളേരെയും പുള്ളിക്കാരിയും കൂടെ കയറി നേരെ കടലിലോട്ട് വണ്ടി ഓടിച്ചു പോയി മരിക്കുക ചെയ്ത്. കാരണം ഇറ്റ് ഇസ് സോ സിവിയർ, ഇറ്റ് ഇസ് ഡേഞ്ചറസ്. പകുതി സ്ത്രീകളും പ്രഗ്നൻസിയിൽ മരിക്കും അല്ലെങ്കിൽ ഡെലിവറിയിൽ മരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇരട്ടിയായിട്ട് മരിക്കുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെയൊക്കെയാണ്. അവർ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നതുകൊണ്ട്. അപ്പം ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ മെന്റൽ ഹെൽത്ത് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസി. പിന്നെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു രീതി അനുസരിച്ച് പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വേണോ? അത് എനിക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്? ഇതെനിക്ക് പറ്റുമോ? എനിക്കിത് ബുദ്ധിമുട്ടാണോ? എനിക്കിത് വേണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആ തീരുമാനങ്ങളിൽ കൂടെ നിൽക്കാൻ ഹസ്ബൻഡ്സിനെ കൊണ്ട് സാധിക്കണം. അല്ല ഇതെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യണമെന്നല്ല. ഇഫ് യു റിയലി വോണ്ട് ഇറ്റ്, നമുക്കൊരു മസാജ് ഒക്കെ കിട്ടുന്നത് നല്ല കാര്യമാണ്. നമുക്ക് ആ സമയത്ത് ആരെങ്കിലും കുറച്ചു നേരം കുഞ്ഞിനെ നോക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതൊരു നിർബന്ധം കൊണ്ടായിരിക്കല്ല, അത് നമ്മുടെ ചോയ്സ് ആയിരിക്കണം. പ്രഗ്നൻസി, പാരന്റിങ്, ആഫ്റ്റർ ബർത്ത്, എവറിത്തിങ് ഷുഡ് ബി അവർ ഓൺ ചോയ്സ്. അപ്പൊ ഇന്നത്തെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് 6 മാസം ആകുമ്പോഴത്തേനും കുഞ്ഞിന് ഫുഡ് കൊടുക്കാന്ന്. അത് വലിയൊരു തത്രപ്പാടാണ്. പല പേരൻസിനും ഇന്നത്തെ കാലത്ത് ഭയങ്കര ആശ്വാസമാണ്. കാരണം ഫോൺ ഉണ്ട്, ഫോൺ എടുത്ത് കുഞ്ഞിന്റെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഫുഡ് കഴിക്കും, ഉറപ്പ്. നമ്മൾ കഴിക്കുന്നുണ്ട്, പിന്നാണോ കുഞ്ഞ്. അതുകൊണ്ട് പേരൻസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്ക്രീൻ ടൈം എന്നൊക്കെ പറയാം. അത് 6 മാസം മുതലൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ റീസൺ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി കഴിക്കണം, അല്ലെ നമ്മൾ കൊടുക്കുന്ന അത്രയും സ്പീഡിൽ കുഞ്ഞുങ്ങൾ കഴിക്കണം, അവ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇന്ന സമയത്ത് ഫുഡ് കൊടുക്കുന്നു, അത് കുഞ്ഞ് കഴിച്ചിരിക്കണമെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. പക്ഷേ ആദ്യത്തെ 1 ഇയർ കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് എന്ന് പറയുന്ന 6 മാസം തൊട്ടുള്ള ഫുഡ് എന്ന് പറയുന്ന എക്സ്പീരിമെന്റ് ചെയ്യാൻ മാത്രമാണ്.
അവരുടെ വയറ് നിറയ്ക്കാനോ അവരെ വളർത്തി വലുതാക്കാനോ ഉള്ളതല്ല ഫുഡ്. ഫസ്റ്റ് 1 ഇയർ ബ്രസ്റ്റ് മിൽക്കിലോ ഫോർമുല മിൽക്കിലോ ആണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചിലവർ പകുതി പേര് 6 മാസം കഴിയുമ്പം പാലുകൂടിയൊക്കെ നിർത്തിയിട്ട് ഫുള്ളി ഫുഡിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. അവര് 1 വയസ്സ് വരെ, മിനിമം 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യണം. ഒരു വർഷം വരെ ഫുഡ് എക്സ്പ്ലോറിങ് ആയിരിക്കണം. കുഞ്ഞിന് വേണമെങ്കിൽ ഫുഡ് കഴിച്ചാൽ മതി, കുഞ്ഞിന് വേണ്ടെങ്കിൽ ഫുഡ് നിർബന്ധിച്ച് കൊടുക്കരുത്. അത് കൊടുക്കാൻ വേണ്ടി എളുപ്പ വഴികളൊന്നും കണ്ടുപിടിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ് പിന്നെ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. കുഞ്ഞിന് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ബിഹേവിയറിനകത്തും ഹാബിറ്റിനകത്തും ഓട്ടിസ്റ്റിക് ആണ്. അതിന്റെ മെയിൻ കാരണം ഏറ്റവും ഏർലി ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ക്രീൻ ടൈം ആണ്. അങ്ങനെയുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് ഈ കുഞ്ഞിനെ കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വി ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു കുഞ്ഞും ലോകത്തിൽ ആഹാരം മുന്നിൽ വെച്ചിട്ട് പട്ടിണി കിടന്നു മരിച്ചിട്ടില്ല. ആഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആഹാരം മുന്നിലുണ്ടായിട്ടും അത് കഴിക്കാതെ ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് എന്തായാലും ആഹാരം കഴിക്കും, ആ കുഞ്ഞ് എന്തായാലും ഫുഡ് കഴിച്ചിരിക്കും. കുഞ്ഞിന് വേണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ട്, ഇഫ് ദേ ആർ നോട്ട് വെൽ ദേ വോണ്ട് ഹാവ് ഫുഡ്. നമ്മൾ കഴിക്കുമോ? സോ ഓൾവേസ് സീ യുവർ ചൈൽഡ് ആസ് എൻ ഇൻഡിവിജ്വൽ. അത് കുഞ്ഞായിട്ട് കാണാതെ സീ ദം ആസ് എൻ ഇൻഡിവിജ്വൽ. എന്നാൽ മാത്രമേ നമുക്ക് അവരെ നല്ലവണ്ണം വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹസ്ബൻഡ്സിന്റെ ഫാദർസിന് നമ്മൾ പലപ്പോഴും അമ്മയുടെ മെന്റൽ ഹെൽത്ത് പറയും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാദറിന്റെ മെന്റൽ ഹെൽത്ത്. നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ അപ്പന്മാരിലും ഇന്ന് റിസർച്ച് അനുസരിച്ച് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നു, അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുന്നു, അവർ ഭയങ്കര അകത്തോട്ട് വലിയുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ കാണുന്നത് ആണുങ്ങളിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ മൈൽഡ് ആയിട്ടുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതനുസരിച്ച് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ, ഇഫ് യു വോണ്ട് ടു ബി എ മദർ, ഇഫ് യു വോണ്ട് ടു ബി എ ഫാദർ, build your own family life, then study about how to have a child, how to grow that child in this world. എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാം. ബൈബിളിലാണെങ്കിൽ ആദമിനോട് പറഞ്ഞത് നീ നിന്റെ അപ്പനെയും അമ്മയും വിട്ടിട്ട് നിന്റെ ഭാര്യയോട് പറ്റിച്ചേരാനാണ്. പിന്നെ ദൈവം എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലോകമാണ്. അവർ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കുഞ്ഞിന് വേണ്ടി, അവരുടെ തലമുറയ്ക്ക് വേണ്ടി അവർ രണ്ടുപേരും ഉണ്ടാക്കിയെടുക്കുന്ന സ്വർഗത്തിന്റെ പേരാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് തീരുമാനിച്ച് അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പ്രസൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കുഞ്ഞിനെ ഉച്ചവരെ ആഹാരം കൊടുത്തില്ലെങ്കിലും കുഞ്ഞു വന്ന് വഴക്കൊന്നും പറയത്തില്ല. പക്ഷെ ഉച്ചവരെ നമ്മൾ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തകർന്നു പോകും. അതെന്തുകൊണ്ടാ? പലപ്പോഴും പേരൻസ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂ പേരൻസ് ചിന്തിക്കുന്നത്, അയ്യോ എന്റെ കുഞ്ഞ് എന്തൊരു ക്ലിങ്കി ആയിട്ട് എപ്പോഴും എന്റെ കൂടെ ആണല്ലോ എന്നാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ ചൈൽഡ് ഇസ് അറ്റാച്ച്ഡ്. അതൊരു അറ്റാച്ച്മെന്റ് അങ്ങനെ വേണം. നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പം അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? കുഞ്ഞു ഭയങ്കര കരച്ചിലാണോ? അന്നേരം എന്താ പറയുന്നത്? ഗോ സ്പെൻഡ് സം ടൈം വിത്ത് ദ ചൈൽഡ്. ഒരു കുഞ്ഞും സ്പോയിൽഡ് ആയി പോകത്തില്ല ഇഫ് യു ആർ സ്പെൻഡിങ് ടൈം. പക്ഷേ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ദേ വിൽ ഹാവ് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്, ദേ വിൽ ഹാവ് ലോഡ് ഓഫ് പ്രോബ്ലംസ്. നമ്മൾ ഇനി ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി ഡ്രീം ചെയ്യുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈ കാര്യങ്ങൾ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ബട്ട് ഇഫ് യു ആർ പ്രാക്ടീസിങ് ദെൻ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഹെൽപ്പ്. ആൻഡ് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. വി ഹാവ് 4 minutes. എന്താ വേണേലും ചോദിച്ചോ. അല്ല, എന്നോട് ഇൻ പേഴ്സൺ ആയിട്ട് ചോദിക്കണമെങ്കിലും ചോദിക്കാം കേട്ടോ. പേഴ്സണൽ ആയിട്ട് ചാറ്റ് ബോക്സിൽ ചോദിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ എല്ലാരും ഉണ്ടോ? ക്യാമറ ഒന്ന് ഓൺ ആക്കിക്ക്. ഞാൻ സാധാരണ ഇങ്ങനെ വെറുതെ വിടാറില്ല. ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് പറയുവാണോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. രാകേഷ് ബിലോ 1 year.
എന്നോട് ഒരു സമയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാണം വിട്ടതുപോലെ പോയത് കേട്ടോ. നിങ്ങൾക്ക് എന്തോ വേണേലും ചോദിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഇൻഹിബിഷൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങളെ കളിയാക്കത്തുമില്ല. പിന്നെ ഒരു കാര്യം പറയാം. നമുക്കിപ്പം നല്ലൊരു ഫാമിലി ലൈഫ് വേണമെങ്കിൽ അപ്പനും അമ്മയും കൂടെ പിള്ളേരെ ഒരു പ്രോജക്റ്റ് ആക്കി എടുക്കരുത്. ഓ മൈ പ്രോജക്റ്റ് മിഷൻ നമ്പർ 1, മിഷൻ നമ്പർ 2, മിഷൻ നമ്പർ 3 അങ്ങനല്ല. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രയോറിറ്റി. അപ്പനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ഫുൾ ഫോക്കസ് ആണ്. എൻ്റെ കഴിവുകളും എൻ്റെ പ്രാപ്തിയെല്ലാം ഈ കുഞ്ഞിലേക്ക് ഞാൻ ഇന്ന് ഇറക്കും. അങ്ങനെയല്ല, നമ്മുടെ കഴിവും പ്രാപ്തിയൊക്കെ ഇറക്കാൻ വേണ്ടി ദൈവം നമുക്കൊരു പങ്കാളിയെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് ജോലിയോ ഇവർക്ക് പ്രൊവിഷൻ കൊണ്ടു കൊടുക്കുക ഒന്നും അല്ല. നമ്മുടെ പ്രൈമറി ഫോക്കസ് നമ്മുടെ ഭാര്യയോട് തന്നെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പോലും റൊമാൻസിന് ഒരു കുറവും വരരുത്. കുഞ്ഞുങ്ങൾ എങ്ങനായാലും വളർന്നു പോകും, കുഞ്ഞുങ്ങൾ എങ്ങനായാലും ജീവിക്കും. പക്ഷെ നമ്മുടെ കുടുംബജീവിതമായിരിക്കണം അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ നോക്കിക്കേ, നമ്മുടെ പേരൻസ് ഇച്ചിരൂടെ ലവിങ് ആയിട്ട്, ഇച്ചിരൂടെ കെയറിങ് ആയിട്ട്, ഇച്ചിരൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നേനെ. നമ്മൾക്കുണ്ടായിരിക്കുന്ന പല ഇഷ്യൂസും നമ്മൾ ഇതൊന്നും കണ്ടു വളരാത്തതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം.